പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇതാണ് പൂങ്കുന്നം ശിവക്ഷേത്രം. അപ്പം നമ്മൾ ശിവക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി തൊഴാന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. അത് ആ അറ്റത്ത് കാണുന്നതാണ് പൂങ്കുന്നം ശിവക്ഷേത്രം. ഇത് ഇവിടെ ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ തോന്നിയുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഹരിചന്ദന ഗോരോചനം നല്ല കരിതിലകം കസ്തൂരി കന്മദം ഹരിചന്ദന ഗോരോചനം നല്ല കരിതിലകം കസ്തൂരി കന്മദം തിരുവേറ്റിയിൽ തിരുവേലിയിലടി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട്. ഈ സൈഡിൽ കെട്ടിയെന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാർക്ക് തൊഴാനും പിന്നെ പ്രസാദം മേടിക്കാനൊക്കെ ആയിട്ടുള്ള ഇവിടെ അയ്യപ്പൻ വിളക്കുണ്ട്. ഭയങ്കര ഗംഭീര വിളക്കാണ് ഇവിടെ. ഇതാണ് അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത്. നമ്മൾ ഇന്നോട്ട് ശബരിമലക്ക് നോമ്പെടുക്കുകയാണ്. ശബരിമലക്ക് നോമ്പെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ അമ്പലത്തിൽ വന്നത്. തൊഴുത്ത് നോമ്പെടുക്കാൻ കരുതി. ഓക്കെ, അതിന് മുന്നത്തെ പോലെ നമ്മൾ പോയി ഈ കൊല്ലം പോകാൻ വിചാരിച്ചു. ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് പൂങ്കുന്നം അമ്പലത്തിൻ്റെ. അതാണ് ഗ്രൗണ്ടിലാണ് ഡ്രൈവിങ്ങിന് പരിശീലനം കൊടുക്കും. ഇത് ബാക്ക് ഭാഗത്ത് കടക്കാനുള്ള വഴിയാണ്. ബാക്ക് സൈഡാണത്. ഇതിൽ കടന്നു കഴിഞ്ഞാൽ ബാക്കോടെ അങ്ങോട്ട് കയറി പോകാം. അത് അപ്പുറത്തേക്ക് പോകാനായിട്ട് കിടക്കാൻ സുഖം. ഈ ഗ്രൗണ്ടിലാണ് ഡ്രൈവിങ്ങിന് പഠിപ്പിക്കുന്നത്. ഈ കട എൻ്റെ ഇതിലെ ജോലിക്ക് മുമ്പ് ചായ കുടിക്കുന്ന കടയാണത്. ഇഷ്ടംപോലെ എണ്ണക്കടികളും കോഴിക്കോട്ടയും പട്ടയും അല്ലാണ്ട് കണ്ട ഇഷ്ടംപോലെ പലഹാരമാണ്. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണത്. നേരെ പോയി ഒരാലും ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് ഇവിടെ. ആ നേരെ കാണുന്നത് ഹരേ കൃഷ്ണയുടെ ഒരു ചെറിയൊരു അമ്പലമാണത്. ഹരേ കൃഷ്ണക്കാരുടെ. ആണ് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, ഇതാണ് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ. നേരെ വന്നത് നേരെ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലേക്കൊക്കെ പോകാം നമുക്ക്. അതാണ് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ.